കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്ലബ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച 3 ഗോൾ വേട്ടക്കാരാണ് അൽവാരോ വാസ്കസ്, ഡിമിട്രിയോസ് ഡയമൻഡഗോസ് ആൻഡ് ബെർത്തലോമിയോ ഒഗ്ബെച്ചെ. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വളരെയധികം പ്രിയങ്കരായ 3 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ അറ്റാക്കർമാർ, അതായത് സ്ട്രൈക്കർമാരാണ് ഇവർ 3 പേരും. 3 താരങ്ങളെയും വെച്ച് നോക്കുമ്പോൾ ആരാണ് കുറച്ചും കൂടി മെച്ചം അല്ലെങ്കിൽ കുറച്ചും കൂടി മികച്ചത് എന്ന് നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അൽവാരോ വാസ്കസ് ബൂട്ടണിയുന്നത് 8ാം സീസണിലാണ്. താരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ താരം വളരെ മികവേറിയ താരം തന്നെയാണ്, എസ്പെഷ്യലി ലോങ് റേഞ്ച് ഗോളുകൾ നേടുന്നതിൽ. അതിലെ ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിനെതിരെ അദ്ദേഹം നേടിയ, അത് സ്വന്തം ഹാഫിൽ നിന്ന് നേടിയ ആ ഒരു ലോങ് റേഞ്ചർ മാത്രം മതിയാകും എത്രമാത്രം ഇദ്ദേഹത്തിന് ലോങ് റേഞ്ചർ ഗോളുകൾ നേടുവാനായിട്ട് കഴിവുണ്ട് എന്നുള്ളത്. അതുമാത്രമല്ല മുംബൈ സിറ്റി FC-ക്കെതിരെ അദ്ദേഹം ആ ഒരു ഗോൾ നേടിയതും എല്ലാം തന്നെ, ആ ഗോളുകളൊക്കെ തന്നെ എത്രമാത്രം അദ്ദേഹത്തിൻ്റെ കഴിവ് ചൂണ്ടിക്കാണിക്കുന്നു എന്നത് ഉദാഹരണമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സിൽ ഒരു സീസണിൽ കൂടെ തുടരണമെന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിച്ച താരം തന്നെയാണ് അൽവാരോ വാസ്കസ്. എങ്കിൽ പോലും അദ്ദേഹത്തിന് പല ഓപ്പൺ ചാൻസസ്, അതായത് ഫിനിഷിങ്ങും അതുകൊണ്ട് തന്നെ ഷൂട്ടിങ്ങും ഉണ്ടെങ്കിൽ പോലും, നല്ലൊരു രീതിയിലുള്ള ഫിനിഷിങ്ങും ഷൂട്ടിങ്ങും ഒക്കെ തന്നെ, ഷൂട്ടിംഗ് പവറൊക്കെ ഉണ്ടെങ്കിൽ പോലും താരത്തിന് പലപ്പോഴും ഒരു കൃത്യമായിട്ടൊരു ഫിനിഷിങ്ങിലേക്ക് എത്തുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ഉദാഹരണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജംഷഡ്പൂർ FC-ക്ക് എതിരെ നടന്നിട്ടുണ്ടായിരുന്ന സെമി ഫൈനലിൻ്റെ സെക്കൻഡ് ലെഗ് മത്സരത്തിൽ അദ്ദേഹത്തിന് 2-3 ഓപ്പൺ ചാൻസുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ട് കൺവേർട്ട് ചെയ്യുവാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തിന് വളരെ മികവേറിയ കഴിവുകളും അതുപോലെ തന്നെ വളരെ മികവേറിയ ഷൂട്ടിംഗ് പവറുകളും ഒക്കെ തന്നെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വളരെ മികച്ച താരങ്ങളിൽ ഒരാൾ തന്നെയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു വർഷം കൂടി ഇദ്ദേഹത്തെ നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇദ്ദേഹത്തെ നിലനിർത്തുമായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത സീസണിൽ ഒരുപക്ഷെ ഇതേ സ്കോഡിനെ തന്നെ, അതായത് 8ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ടായിരുന്ന അതേ സ്കോഡിനെ 9ാം സീസണിൽ ഇവാൻ വുക്കോമനോവിച്ചിന് കൊടുക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ആ ഒരു സീസണിൽ കപ്പടിക്കേണ്ടതായിരുന്നു എന്ന് എടുത്ത് പറയേണ്ടതാണ്. ഇനി ഡിമിട്രിയോസ് ഡയമൻഡഗോസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2 സീസണുകളിലാണ് താരം ബൂട്ടണിഞ്ഞിട്ടുണ്ടായിരുന്നത്. ISL-ലെ 9ാം സീസണിലും അതുപോലെ തന്നെ 10ാം സീസണിലും. ആദ്യത്തെ കുറച്ച് മത്സരങ്ങളിൽ താരത്തിന് അത്ര കണ്ട് മികച്ച പഠനം കാഴ്ചവെക്കുവാനായിട്ട് 9ാം സീസണിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് തുടർച്ചയായ 5ഓളം മത്സരങ്ങളിൽ തുടർച്ചയായി ഗോൾ നേടുകയും ഡിമിട്രിയസ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ, അതായത് ഡയമൻഡഗോസ് ഗോൾ അടിച്ചു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ മത്സരം വിജയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും 9ാം സീസണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയെന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോൾ വേട്ടക്കാരനാണ് ഇദ്ദേഹം. 9ാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 10 ഗോളുകളും അതുപോലെ തന്നെ 10ാം സീസണിൽ താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 13 ഗോളുകളും നേടി ഗോൾഡൻ ബൂട്ട് നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി താരം ISL-ൽ 23 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. സൂപ്പർ കപ്പൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 26 അടുത്തോളം ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ തന്നെ ഏറ്റവും മികച്ച അറ്റാക്കർമാരിൽ ഒരാളാണ് അദ്ദേഹം. എങ്കിൽ പോലും ഈ താരത്തിന് ലോങ് റേഞ്ച് ഷോട്ടുകൾ എടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അത്ര കണ്ട് മികവില്ലെങ്കിൽ പോലും പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്ലേസിങ്ങിലും അതുപോലെ തന്നെ 6 യാർഡ് ബോക്സിലുള്ള അദ്ദേഹത്തിൻ്റെ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയും കാരണം പലപ്പോഴും ചാൻസ് പോലും ഇല്ലാത്ത ഗോളുകൾ അദ്ദേഹം ഗോളുകളായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി FC ഗോവയെ കേരള ബ്ലാസ്റ്റേഴ്സ് 4-2 എന്ന് പറയുന്ന ആ ഒരു കംബാക്ക് നടത്തിയ ആ ഒരു മത്സരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു 3ാമത്തെ ഗോൾ, അതായത് ലീഡ് നേടുന്ന ആ ഒരു ഗോൾ, അവിടെ സത്യം പറഞ്ഞാൽ ചാൻസ് ഇല്ലാത്ത ഒരു പൊസിഷനിൽ നിന്നാണ് താരം ആ ഒരു ഗോൾ നേടിയത്. ഇത് ആ ഒരു എക്സാമ്പിൾ തന്നെ മതിയാകും ഇദ്ദേഹത്തിൻ്റെ 6 യാർഡ് ബോക്സിൽ ഇദ്ദേഹം എത്രമാത്രം ഡേഞ്ചർ ആണെന്നും. നല്ല പവർഫുൾ ഷോട്ടുകൾ എടുക്കാൻ ഇദ്ദേഹത്തിന് കഴിവുണ്ടെങ്കിൽ പോലും ലോങ് റേഞ്ച് ഷോട്ടുകൾ കാര്യം വരുമ്പോൾ മാത്രമാണ് ഇദ്ദേഹത്തിന് ഇച്ചിരി പിന്നോട്ട് നിൽക്കുന്നത്. എങ്കിൽ പോലും ബോക്സിനുള്ളിൽ ഒരു സ്ട്രൈക്കർ എന്താണോ ചെയ്യേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യുവാനായിട്ട് ഡിമിട്രിയോസ് ഡയമൻഡഗോസിന് സാധിച്ചിട്ടുമുണ്ട്. അടുത്തതായിട്ട് ബെർത്തലോമിയോ ഒഗ്ബെച്ചെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്ലബ് ചരിത്രത്തിൽ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം, അതായത് വിദേശ താരം എന്ന് പറയുന്നത് ബെർത്തലോമിയോ ഒഗ്ബെച്ചെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രൈക്കറായിട്ട് താരം കളിക്കുന്നത് ISL-ൻ്റെ 6ാം സീസണിലാണ്. ആ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇദ്ദേഹം വളരെയധികം മികച്ച പഠനം തന്നെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ഗോൾഡൻ ബൂട്ട് റേസിൽ ഇദ്ദേഹം ആ ഒരു സീസണിൽ 3ാം സ്ഥാനത്തായിരുന്നു ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ മികച്ച പ്രകടനം തന്നെയാണ് ഇദ്ദേഹം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഗോളുകൾ, അതായത് ലോങ് റേഞ്ച് ഷോട്ടുകൾ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ 6 യാർഡ് ബോക്സിനുള്ളിലാണെങ്കിൽ പോലും ഇദ്ദേഹം വളരെയധികം ഡേഞ്ചർ ആണെന്ന് പല കുറി ഇദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയതിനു ശേഷം ഹൈദരാബാദ് FC-യോട് ചേർന്ന് അദ്ദേഹം ഗോൾഡൻ ബൂട്ടും നേടിയിട്ടുണ്ട്. അതായത് ISL-ൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ വിദേശ താരം ഇദ്ദേഹമാണ്. അതുമാത്രമല്ല ലോങ് റേഞ്ച് ഗോളുകളാവട്ടെ, ഹെഡർ ഗോളുകളാവട്ടെ, അങ്ങനെ ഒരുപാട് ഗോളുകൾ നേടിയെടുക്കുവാനും താരത്തിന് വളരെയധികം മികച്ച കഴിവ് തന്നെയുണ്ട്. ഇനി ഈ ഒരു 3 താരങ്ങളെ വെച്ച് നോക്കുമ്പോൾ ആരാണ് കൂടുതൽ മികച്ചതെന്ന ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുക വളരെയധികം പ്രയാസം തന്നെയാണ്. കാരണം 3 താരങ്ങൾക്കും അവരുടേതായ കഴിവുകളും മികവുകളും ഉണ്ട് എന്ന് എടുത്ത് പറയേണ്ടതാണ്. എങ്കിൽ പോലും ഇവർ 3 പേരിൽ ഒരു താരത്തെ ചൂസ് ചെയ്യാനാണ് ചോദിക്കുന്നതെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ചൂസ് ചെയ്യുക ബെർത്തലോമിയോ ഒഗ്ബെച്ചെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മികവേറിയ പല ഗോളുകളും കണ്ടതിനാൽ തന്നെ അദ്ദേഹത്തെ ഒരു ലൈനപ്പിലേക്ക് നമ്മൾ
ചൂസ് ചെയ്യുന്നതായിരിക്കും. എങ്കിൽ പോലും ഈ 3 താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെയധികം മികച്ച പ്രകടനം പല സീസണുകളിലായിട്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും വളരെയധികം പ്രിയങ്കരായ 3 സ്ട്രൈക്കർമാരാണിവർ. ISLൽ തന്നെ വളരെയധികം മികവ് തെളിയിച്ചിട്ടുള്ള താരങ്ങൾ. എന്തൊക്കെയായാലും ഈ 3 താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികവേറിയ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് നാം എടുത്തെടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.